ആണ് ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥിലാമേഷ്. അപ്പൊ മക്കളെ നമ്മുടെ എക്സാം ഒക്കെ അടുത്തെത്തിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ 19-ാം തീയതിയാണ് എന്റെ കുട്ടികൾക്ക് കെമിസ്ട്രിയുടെ എക്സാം. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നോൺ മെറ്റൽസ് അഥവാ അലോഹങ്ങൾ എന്ന് പറയുന്നത്. പല മക്കൾക്കും ഒരുപാട് സംശയങ്ങളുള്ള ഒരു ചാപ്റ്റർ ആണ്, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ തന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നത് ഓക്സിജൻ, നൈട്രജൻ, അതേപോലെ ക്ലോറിൻ, ഹൈഡ്രജൻ ഇവരുടെയൊക്കെ പ്രിപ്പറേഷൻ സെക്ഷനിലാണ്. എങ്ങനെയാണ് ഇവരെ നിർമ്മിക്കുക? ഉറപ്പായിട്ടും ഈ പറഞ്ഞ 4 പേരിൽ ഒരാളുടെയെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വന്നിരിക്കും. 100% ഉറപ്പാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഹൈഡ്രജൻ, ഓക്സിജൻ, അതേപോലെ ക്ലോറിൻ, നൈട്രജൻ ഇവരെയൊക്കെയാണ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നൈട്രജൻ എങ്ങനെയാണ് പ്ലാന്റ്സിന് കിട്ടുക എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് വന്നത് അതേ രീതിയിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. മക്കളെ ഉറപ്പായും നിങ്ങൾക്ക് 10 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് കേട്ടിരിക്കുക. വേഗം തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഈ 4 ആൾക്കാരുടെയും പ്രിപ്പറേഷൻ പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രജൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് എ മെറ്റൽ വിത്ത് ആൻ ആസിഡ്. അതായത് ഒരു ലോഹത്തെ ആസിഡുമായിട്ട് പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? അപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതൊരു മെറ്റലിനെയോ നമ്മൾ എടുത്ത് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യിച്ചാൽ അല്ലെ, ഒരു ആസിഡുമായിട്ട് ലോഹത്തെ രാസപ്രവർത്തനത്തിലാക്കിയാൽ നമുക്ക് ആരെയൊക്കെ കിട്ടാം? സോൾട്ടിനെയും കിട്ടും, അതേപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസിനെയും കിട്ടും അല്ലെ, ലവണത്തെയും കിട്ടും, ഒപ്പം നമുക്ക് ഹൈഡ്രജൻ ഗ്യാസിനെയും കിട്ടും. അപ്പൊ അതിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതേ എക്സാമ്പിൾ എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റൽ ആസിഡ് എടുക്കാം. അപ്പൊ ഞാനിവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ എക്സാമ്പിൾ പറയാണ്. ഒരു മെറ്റൽ ആയിട്ട് നമ്മുടെ സിങ്കിനെ എടുക്കാണ് അല്ലെ, സിങ്കിനെ എടുത്തു. സിങ്കിനെ ആസിഡ്, അതായത് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് നമുക്ക് റിയാക്ട് ചെയ്യിക്കാം. അപ്പൊ സിങ്കിനെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ സിങ്ക് ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സോൾട്ട് അഥവാ ലവണം നമുക്ക് കിട്ടും, ഒപ്പം നമുക്ക് വേണ്ട ഹൈഡ്രജൻ ഗ്യാസിനെയും കിട്ടും. അപ്പൊ ഓർക്കുക, ഒരു ലോഹത്തെ ആസിഡുമായിട്ട് പ്രവർത്തിപ്പിച്ചാൽ അല്ലെ നമുക്ക് ഹൈഡ്രജനെ നിർമ്മിക്കാം. അതിനുവേണ്ടി എക്സാമ്പിൾ ആയിട്ട് സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡും പഠിക്കാം. അപ്പൊ നമുക്ക് സിങ്ക് ക്ലോറൈഡ് എന്ന് പറഞ്ഞ ലവണവും കിട്ടും, അതേപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസിനെയും ഇവിടെ കിട്ടും. റെഡി അല്ലേ? ഇനി അടുത്തത് എന്താ? ഹൈഡ്രജൻ വാതകത്തെ തിരിച്ചറിയണം നമുക്ക് അല്ലെ. മെത്തേഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ. എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലേമബിൾ ഗ്യാസ് ആണ്, ഒരു കത്തുന്ന വാതകമാണ് അല്ലെ. അപ്പൊ ഹൈഡ്രജന്റെ അടുത്തേക്ക് ഒരു ഗ്ലോയിങ് മാച്ച് സ്റ്റിക്ക് കാണിച്ചാൽ, ഒരു എരിയുന്ന അല്ലെങ്കിൽ ഒരു കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി കാണിച്ചാൽ അത് പോപ്സ് ഓൺ അല്ലെങ്കിൽ ബേൺസ് വിത്ത് എക്സ്പ്ലോഷൻ, സ്ഫോടനത്തോടെ കത്തുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഹൈഡ്രജൻ ഒരു ഇൻഫ്ലേമബിൾ ഗ്യാസ് ആണ്, കത്തുന്ന വാതകമാണ് അല്ലെ. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ വീട്ടിലൊന്നും ഹൈഡ്രജനെ ഫ്യൂവൽ ആയിട്ട് ഇന്ധനമായിട്ട് യൂസ് ചെയ്യാത്തത്. അപ്പൊ ഓർക്കാം, എങ്ങനെയാണ് ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യുക? വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. an incomplete reaction for the preparation of oxygen in the laboratory is given അല്ലെ. അതായത് പരീക്ഷണശാലയിൽ നമുക്ക് ഓക്സിജൻ ഉണ്ടാക്കണം, അതിന്റെ രാസസമവാക്യം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കംപ്ലീറ്റ് ദ റിയാക്ഷൻ. അപ്പൊ എന്താ? വിട്ടുപോയ ഭാഗം നമുക്ക് പൂർത്തിയാക്കണം. അപ്പൊ മക്കളെ, ഓക്സിജൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? വളരെ സിമ്പിളാ അല്ലെ. നമുക്ക് കുറച്ച് ഓക്സിജൻ ഉണ്ടാക്കണം, ലബോറട്ടറിയിൽ ഓക്സിജൻ ഉണ്ടാക്കണം. നമ്മൾ എന്താ ചെയ്യാ? ലബോറട്ടറിയിൽ ഓക്സിജൻ എന്താ ചെയ്യാ? ഒരേ ഒരാളെ എടുത്താൽ മതി. ആരെ എടുക്കേണ്ടത്? KMnO4 എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. കുറച്ച് പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെ അങ്ങ് എടുക്കാം. കുറച്ച് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കാം അല്ലെ. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഹീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ താപം കൊടുക്കുക. അപ്പൊ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്താ ചെയ്യാ? ഈ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും അല്ലെ, ഈ ഹീറ്റിനെ ആഗിരണം ചെയ്യും. അങ്ങനെ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്യും അല്ലെ, വിഘടിക്കും. അങ്ങനെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്താൽ നമുക്ക് 3 ആൾക്കാരെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഒന്നാമത്തെ ആളാണ് K2MnO4. K2MnO4 എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? പൊട്ടാഷ്യം മാംഗനേറ്റ് ആണ് കേട്ടോ, പൊട്ടാഷ്യം മാംഗനേറ്റ് ആണ്. പിന്നെ ആരാ കിട്ടാ? പൊട്ടാഷ്യം മാംഗനേറ്റ് കഴിഞ്ഞാൽ മിസ് ഇതൊന്ന് തൂത്തോട്ടെ, മിസ്സിന്റെ സ്പെല്ലിങ് തെറ്റിപ്പോയിട്ടോ. പൊട്ടാഷ്യം മാംഗനേറ്റിനെ കിട്ടി. അത് കഴിഞ്ഞാൽ ആരെ കിട്ടാ? രണ്ടാമത് കിട്ടുന്ന ആളാണ് MnO2 എന്ന് പറയുന്ന മാംഗനീസ് ഡയോക്സൈഡ്. ആരെയാണ്? മാംഗനീസ്
ഡൈ ഓക്സൈഡിനെ കിട്ടി. അപ്പൊ നോക്കിക്കേ, ഇനി മൂന്നാമതായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഓക്സിജൻ ആണ്. പഠിച്ചോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ലബോറട്ടറിയിൽ കുറച്ച് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എടുക്കുക അല്ലെ. ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് കുറച്ച് ഹീറ്റ് കൊടുക്കുക, കുറച്ച് ചൂടാക്കി കഴിഞ്ഞാൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ വിഘടിച്ച് 3 പ്രോഡക്റ്റ് അഥവാ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടും. അത് ഏതൊക്കെയാ? പൊട്ടാഷ്യം മാംഗനേറ്റ് കിട്ടും, മാംഗനീസ് ഡയോക്സൈഡ് കിട്ടും, ഓക്സിജൻ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഓക്സിജനെ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഓക്സിജൻ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ബേണിംഗ്, കത്താൻ സഹായിക്കുന്ന വാതകമാണ് അല്ലെ. അപ്പൊ ഒരു ഗ്ലോവിംഗ് ഇൻസെൻസ് സ്റ്റിക്ക്, ഒരു എരിയുന്ന ചന്ദനത്തിരി ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചന്ദനത്തിരി ആളിക്കത്തും അല്ലെ, ഇറ്റ് ഫ്ലെയേഴ്സ് അപ്പ്. അങ്ങനെ നമുക്ക് ഓക്സിജന്റെ പ്രസൻസിനെ കൺഫേം ചെയ്യുകൂടെ ചെയ്യാം. അപ്പൊ മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്, പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, 100% വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് പഠിക്കുക. റെഡി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് സബ്സ്റ്റൻസസ് ഹീറ്റഡ്? ഏത് സബ്സ്റ്റൻസാ? അത് നമ്മുടെ KMnO4 എന്ന് പറഞ്ഞിട്ടുള്ള പൊട്ടാഷ്യം പെർമാംഗനേറ്റ് അല്ലെ, അതിനെ ചൂടാക്കിയാണ് ഓക്സിജൻ നിർമ്മിക്കുക. പിന്നെ എങ്ങനെ പ്രസൻസിനെ ഡിറ്റക്ട് ചെയ്യാം? അത് നമ്മൾ കണ്ടു. ഒരു ഗ്ലോവിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് കാണിക്കുക അല്ലെ, ഒരു എരിയുന്ന ചന്ദനത്തിരി ടെസ്റ്റ് ട്യൂബിന്റെ ഭാഗത്ത് കാണിക്കുക, ചന്ദനത്തിരി ആളിക്കത്തുന്നു, ഇൻസെൻസ് സ്റ്റിക്ക് ഫ്ലെയേഴ്സ് അപ്പ്. അതിന്റെ കാരണം എന്താ? ഓക്സിജൻ ഇസ് എ ഗ്യാസ് വിച്ച് ഹെൽപ്സ് ഇൻ ബേണിംഗ് അല്ലെ, കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ, അതുകൊണ്ടാണ് ഇത് ആളിക്കത്തിയത്. ക്ലിയർ അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഓക്സിജനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ആളാണ് നമ്മുടെ നൈട്രജൻ. നൈട്രജന്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ ഒന്നുമല്ല, പകരം അറ്റ്മോസ്ഫിയറിൽ അല്ലെ, അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് നൈട്രജൻ? അന്തരീക്ഷത്തിൽ നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നൈട്രജനാണ്. ഈ നൈട്രജൻ എന്ന് പറയുന്നത് ചെടികൾക്കൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാള്. അപ്പൊ ചെടികൾക്ക്, പ്ലാന്റ്സിന് എങ്ങനെയാണ് നൈട്രജനെ കിട്ടുക? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ എങ്ങനെയാണ് പ്ലാന്റ്സിന് കിട്ടുക? അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ മക്കളെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, നൈട്രജൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു മോളിക്യൂൾ ആണ് അല്ലെ, ഒരു ത്രിബന്ധനം അഥവാ ട്രിപ്പിൾ ബോണ്ട് അടങ്ങിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് അല്ലെ, വളരെ കട്ടി കൂടി വളരെ ശക്തിയേറിയിട്ടുള്ള ഒരു ബോണ്ടാണ് നൈട്രജന്റെ കയ്യിലുള്ളത്. അപ്പൊ നൈട്രജൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ട്രോങ് ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അയാൾ ആരുമായിട്ടും കെമിക്കലി റിയാക്ട് ചെയ്യാൻ പോയില്ല, ആരുമായിട്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ പറയും നൈട്രജൻ എന്ന് പറയുന്നത് ഇനേർട്ട് ആണ് അല്ലെ, ഇനേർട്ട് ആണ്. അല്ലെങ്കിൽ എന്താ പറയാ, ആരുമായിട്ടും രാസപ്രവർത്തനത്തിന് പോയില്ല, രാസപരമായി നിഷ്ക്രിയമാണ്, കെമിക്കലി ഇനേർട്ട് ആണെന്ന് പറയും. എന്തുകൊണ്ടാ? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് ട്രിപ്പിൾ ബോണ്ട്, ഈ ത്രിബന്ധനത്തിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അല്ലെ. അപ്പൊ ഇനി എന്താ ചെയ്യാ? അപ്പൊ എങ്ങനെയാണ് നൈട്രജനെ ചെടികൾക്ക് കിട്ടുക? അങ്ങനെ ഇരിക്കുമ്പോഴാണ് മക്കളെ കുറച്ച് ഇടി വരാൻ പോകുന്നത്, ഇടിയും മിന്നലും വരുന്നു അല്ലെ. തണ്ടർ ആൻഡ് ലൈറ്റനിങ്, തണ്ടർ ആൻഡ് ലൈറ്റനിങ് വരുന്നു, അതായത് ഇടിയും മിന്നലും ഒക്കെ വരുന്നു. അപ്പൊ ഇടി മിന്നൽ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എനർജിയാണ് അല്ലെ, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് എനർജിയാണ്. ഈ എനർജി കിട്ടുമ്പോൾ, ഇടിയും മിന്നലും ഒക്കെ വരുമ്പോൾ ഈ എനർജി എടുത്ത് നമ്മുടെ നൈട്രജൻ മോളിക്യൂളിന്റെ ഇടയ്ക്കുള്ള ആ ട്രിപ്പിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും. ഓക്കെ, നൈട്രജൻ തന്മാത്രകൾക്കിടയിലുള്ള ത്രിബന്ധനം അവിടെ പൊട്ടാൻ തുടങ്ങും. അങ്ങനെ ത്രിബന്ധനം മാറിക്കഴിഞ്ഞാൽ അവരാരായി? നൈട്രജൻ ആറ്റമായി. ആദ്യം നമ്മുടെ നൈട്രജൻ മോളിക്യൂളായിരുന്നു അല്ലെ, നൈട്രജൻ മോളിക്യൂൾ ആയിരുന്നു. അപ്പൊ ഇടിയും മിന്നലും വന്നപ്പോ അവർ നൈട്രജൻ ആറ്റമായിട്ട് മാറി അല്ലെ. ഈ നൈട്രജൻ ആറ്റങ്ങൾ എന്താ ചെയ്യാ? കുറച്ച് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും അല്ലെ. നമ്മുടെ നൈട്രജൻ ആറ്റം എന്താ ചെയ്യാ? നൈട്രജൻ ആറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായി. നൈട്രജൻ ആറ്റം നമ്മുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറും. നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ NO ആണ് കേട്ടോ. നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് NO ആണ്. അങ്ങനെ നമുക്കിപ്പോ നൈട്രിക് ഓക്സൈഡിനെ കിട്ടി. ഈ നൈട്രിക് ഓക്സൈഡ് വെറുതെ ഇരിക്കോ? ഇല്ല. ഈ നൈട്രിക് ഓക്സൈഡ് നോക്കുമ്പോൾ ചുറ്റും കുറെ ഓക്സിജൻ വേറെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ നൈട്രിക് ഓക്സൈഡ് വീണ്ടും കുറച്ച് ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യും. വീണ്ടും ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്താൽ നമുക്ക് 2 നൈട്രജൻ ഡൈ ഓക്സൈഡിനെ കിട്ടി. ആരെയാണ്? ഇപ്പൊ തന്നെ മിസ്സിനൊപ്പം പഠിക്കണം കേട്ടോ. നൈട്രജൻ
ഡൈ ഓക്സൈഡിനെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇങ്ങനെ നൈട്രജൻ ഓക്സൈഡ് ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ വലിച്ച് അറ്റ്മോസ്ഫിയറിലൂടെ ഇങ്ങനെ ലാ 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 പാടി നടക്കുമ്പോഴാണ് മഴ പെയ്യുക അല്ലെ. അങ്ങനെ മഴ പെയ്യുമ്പോ എന്താ സംഭവിക്കുക? മഴ എന്ന് പറഞ്ഞാൽ വെള്ളമാണ് അല്ലെ. ഈ നൈട്രജൻ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും. നമ്മുടെ NO2 വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും, മഴവെള്ളവുമായിട്ട് ഓക്സിജന്റെ പ്രസൻസിൽ കമ്പൈൻ ചെയ്യുന്നു അല്ലെ. നൈട്രജൻ ഡയോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ കമ്പൈൻസ് വിത്ത് റെയിൻ വാട്ടർ. കിട്ടിയോ? നൈട്രജൻ ഡയോക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള HNO3 എന്ന് പറഞ്ഞ നൈട്രിക് ആസിഡിനെ കിട്ടും. ഇപ്പൊ ആരായി നമ്മുടെ നൈട്രജൻ? നൈട്രിക് ആസിഡ് ആയിട്ട് മാറി. ഈ നൈട്രിക് ആസിഡ് മഴവെള്ളത്തിനൊപ്പം നമ്മുടെ മണ്ണിലേക്ക് എത്തും. ഓക്കെ, മണ്ണിലേക്ക് എത്തി അല്ലെ. മണ്ണ് സോയിലെത്തി. അപ്പൊ സോയിലിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരുപാട് മിനറൽസ് ഉണ്ട്, ഒരുപാട് ധാതുക്കൾ ഉണ്ട് കേട്ടോ. മിനറൽസ് അഥവാ ധാതുക്കൾ നമ്മുടെ മണ്ണിലുണ്ട്, നമുക്കറിയാം. അപ്പൊ ഈ മിനറൽസ് ഒക്കെ കൂടി എന്താ ചെയ്യാ? ഈ മിനറൽസും നമ്മുടെ നൈട്രിക് ആസിഡും തമ്മിൽ കമ്പൈൻ ചെയ്യും. ഇവര് തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ നമുക്ക് നൈട്രേറ്റ് സോൾട്ടുകളെ കിട്ടും. നൈട്രേറ്റ് സോൾട്ടുകൾ അല്ലെങ്കിൽ നൈട്രേറ്റ് ലവണങ്ങൾ എന്ന് പറയാട്ടോ. മിസ് ഇവിടെ എഴുതട്ടെ. ലവണങ്ങളെ കിട്ടും. ഈ നൈട്രേറ്റ് ലവണങ്ങളെയാണ് പിന്നെ നമ്മുടെ സുന്ദരികളായിട്ടുള്ള ചെടികൾ അല്ലെ, നമ്മുടെ ചെടികൾ ഇങ്ങനെ വേരിലൂടെ വലിച്ചെടുത്ത് എടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് നൈട്രജനെ കിട്ടുക. ഒന്നും കൂടെ നമുക്ക് പറയാം. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ മോളിക്യൂൾ ഉണ്ട്, അന്തരീക്ഷത്തിൽ നൈട്രജൻ തന്മാത്രയുണ്ട്, ത്രിബന്ധനമുണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഇവര് രാസപരമായി നിഷ്ക്രിയമാണ് അല്ലെ, കെമിക്കലി ഇനേർട്ട് ആണ്. അപ്പൊ തണ്ടർ ആൻഡ് ലൈറ്റനിങ്, ഇടിയും മിന്നലൊക്കെ വരുമ്പോ എന്താ സംഭവിക്കുക? ഇവിടെ നൈട്രജൻ മോളിക്യൂൾ നൈട്രജൻ ആറ്റങ്ങളായിട്ട് മാറും. ഈ നൈട്രജൻ ആറ്റം അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത നൈട്രിക് ഓക്സൈഡ് ആകുന്നു. ഈ നൈട്രിക് ഓക്സൈഡ് വീണ്ടും ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് നമുക്ക് നൈട്രജൻ ഡയോക്സൈഡിനെ കിട്ടി. ഈ നൈട്രജൻ ഡയോക്സൈഡ് എന്താ ചെയ്യാ? മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ ഓക്സിജന്റെ പ്രസൻസിൽ മഴവെള്ളവുമായിട്ട് റെയിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത നൈട്രിക് ആസിഡ് ആവും. ഈ നൈട്രിക് ആസിഡ് മഴവെള്ളത്തിനൊപ്പം നമ്മുടെ മണ്ണിലേക്ക് എത്തും. മണ്ണിൽ ഒരുപാട് മിനറൽസ് ധാതുക്കളൊക്കെ ഉണ്ട്. ഈ നൈട്രിക് ആസിഡും മിനറൽസ് അഥവാ ധാതുക്കളുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് നൈട്രേറ്റ് സോൾട്ടുകൾ അഥവാ നൈട്രേറ്റ് ലവണങ്ങൾ കിട്ടും. ഈ നൈട്രേറ്റ് ലവണങ്ങളെയാണ് ചെടികൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് ചെടികൾക്ക് നമ്മുടെ നൈട്രജൻ കിട്ടുക. അപ്പൊ ഇങ്ങനെ മാത്രമല്ല അല്ലെ, നമ്മുടെ മനുഷ്യന്മാരും അതേപോലെ മൃഗങ്ങളും ചെടികളും ഒക്കെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ വിഘടിക്കുമ്പോഴും നൈട്രജനെ കിട്ടാറുണ്ട്. അങ്ങനെയാണ് ചെടികൾക്ക് കിട്ടുക. അപ്പൊ നൈട്രജനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആയിട്ട് ബട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ക്ലോറിൻ. മക്കളെ, ക്ലോറിനെ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യാ? ക്ലോറിനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് വേണ്ടത് 2 ആൾക്കാരാണ്. അതായിരിക്കാം. ഒന്നാമത്തെ ആളാണ് KMnO4. ഈ പേര് നമ്മൾ നേരത്തെ കണ്ടു. അതാരാ? പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ആരാണ്? പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ഇനി രണ്ടാമത് നമ്മൾ എടുക്കാൻ പോകുന്ന ആളാണ് HCl. HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നും പറയാം, വെള്ളമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നും പറയാം. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നും പറയാം. അപ്പൊ ഇവരെ 2 പേരെയും കൂടെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇവരെ ഹീറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് ഇത്ര പേരാ പ്രോഡക്റ്റ് ആയിട്ട് വരാം. ഒന്നാമതായിട്ട് ഈ പൊട്ടാഷ്യം ക്ലോറിന് നമ്മൾ റിയാക്ട് ചെയ്ത് പൊട്ടാഷ്യം ക്ലോറൈഡ് വരും. ഇനി വീണ്ടും ഈ മാംഗനീസും ക്ലോറിനും നമ്മൾ റിയാക്ട് ചെയ്ത് മാംഗനീസ് ക്ലോറൈഡ് വരും അല്ലെ. ഇനി എന്താ വരിക? നമുക്ക് വേണ്ടിയിട്ടുള്ള ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ കുറച്ച് വാട്ടർ ആയിട്ട് മാറും. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ക്ലോറിൻ ഗ്യാസിനെയും കിട്ടും. ഓക്കെ, അപ്പൊ പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെ ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് നമ്മൾ ചൂടാക്കിയാൽ പൊട്ടാഷ്യം ക്ലോറൈഡ് ഉണ്ട്, മാംഗനീസ് ക്ലോറൈഡ് ഉണ്ട്, പിന്നെ നമുക്ക് വേണ്ട ക്ലോറിൻ ഗ്യാസിനെയും കിട്ടി. മക്കളെ, ഇങ്ങനെ പുറത്ത് വരുന്ന ക്ലോറിൻ ഗ്യാസിനൊപ്പം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് കൂടെ വരാറുണ്ട്. ട്രേസസ്, അതായത് വളരെ കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് നമ്മുടെ ക്ലോറിന്റെ ഒപ്പം ചേർന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും. ഓക്കെ, അവന് ക്ലോറിനെ വിട്ടുപിരിയാൻ വിഷമോ, അതുകൊണ്ട് കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്താ ചെയ്യാ? നമ്മുടെ ക്ലോറിൻ ഗ്യാസിന്റെ ഒപ്പം പുറത്തേക്ക് വരും. പക്ഷെ നമുക്ക് ഈ ഹൈഡ്രജൻ ക്ലോറൈഡിനെ വേണോ? വേണ്ട, നമുക്ക് ഇവനെ വേണ്ട, ഒഴിവാക്കണം. ഇങ്ങനെ ഈ ഹൈഡ്രജൻ ക്ലോറൈഡിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബീക്കറിൽ വെള്ളം എടുക്കും അല്ലെ. ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് ഈ വെള്ളത്തിലൂടെ ഈ ഗ്യാസിനെ കടത്തിവിടും. അപ്പൊ ഈ ക്ലോറിന്റെ ഒപ്പമുള്ള ഹൈഡ്രജൻ ക്ലോറൈഡിനെ നീക്കം ചെയ്യാൻ, റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ വെള്ളത്തിലൂടെ കടത്തിവിടുക. അങ്ങനെ വെള്ളത്തിലൂടെയൊക്കെ കടത്തിവിട്ട് കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്ന ക്ലോറിന്റെ ഒപ്പം ആരുള്ളതെന്നറിയോ? കുറച്ച് വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും.
എന്തായാലും വെള്ളത്തിലൂടെ കടത്തിവിട്ടതല്ലേ. അപ്പൊ ക്ലോറിൻ ഗ്യാസ് പുറത്തേക്ക് വരുമ്പോ ക്ലോറിന്റെ ഗ്യാസിനൊപ്പം കുറച്ച് വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും. ഈ വാട്ടർ മോളിക്യൂൾ നമുക്ക് വേണോ? വേണ്ട. ഈ വെള്ളത്തെ നമുക്ക് നീക്കം ചെയ്യണം. ഈ വാട്ടറിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബീക്കറിൽ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ എടുത്ത് വെക്കും അല്ലെ. H2SO4 എന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡ് എടുക്കും. ഈ സൾഫ്യൂരിക് ആസിഡിലൂടെ നമ്മൾ കടത്തിവിടും. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡ്രൈയിങ് ഏജന്റ് ആണ് അല്ലെ. ഇവിടെ ഒരു ശോഷകാരം ആയിട്ട് ആക്ട് ചെയ്യും. ഈ വാട്ടറിനെ റിമൂവ് ചെയ്യാൻ, വെള്ളത്തെ നീക്കം ചെയ്യാൻ സഹായിക്കും. അങ്ങനെ നമുക്ക് വേണ്ട ക്ലോറിൻ ഗ്യാസിനെ നമുക്ക് കിട്ടും. അപ്പൊ ഓർക്കുക, പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെയും ഹൈഡ്രജൻ ക്ലോറൈഡിനെയും നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് ക്ലോറിൻ ഗ്യാസിന് ഉണ്ടാക്കുക. ഇങ്ങനെ കിട്ടുന്ന ക്ലോറിൻ ഗ്യാസിനൊപ്പം കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവും. ഇതിനെ നീക്കം ചെയ്യാൻ നമ്മൾ വെള്ളത്തിലൂടെ കടത്തിവിടും. അപ്പൊ വെള്ളത്തിലൂടെ കടത്തിവിടുമ്പോൾ ക്ലോറിൻ ഗ്യാസിനൊപ്പം കുറച്ച് മോയ്സ്ചർ അല്ലെ, കുറച്ച് ജലാംശം കൂടെ വരും. ഈ മോയ്സ്ചറിനെ നീക്കം ചെയ്യാൻ നമ്മൾ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടും. സോ സൾഫ്യൂരിക് ആസിഡ് ഇവിടുത്തെ ഡ്രൈയിങ് ഏജന്റ് ആണ്, അല്ലെങ്കിൽ ശോഷകാരം ആണ് എന്ന് പറയാം. മക്കളെ, ഇത്രയുമാണ് നിങ്ങൾക്ക് 4 പ്രിപ്പറേഷൻ മെത്തേഡുകളും പഠിക്കാനുള്ളത്. ഓക്കെ അല്ലെ? അപ്പം എപ്പോഴും പറയുന്നതന്നെ നിങ്ങളോട് വീണ്ടും പറയാനുള്ളൂ മക്കളെ, ഞങ്ങൾ ഇവിടെ ഓരോ ടീച്ചേഴ്സും ഞങ്ങളുടെ 100% കൊടുത്ത് ഞങ്ങളുടെ ബെസ്റ്റ് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ എല്ലാവരും തീരുമാനിക്കുക നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാൻ. ആൻഡ് ഐ വിൽ ഡു മൈ ബെസ്റ്റ് അല്ലെ. ഞാൻ എൻ്റെ ഏറ്റവും മാക്സിമം ചെയ്യാൻ തയ്യാറാണെന്നുള്ള കാര്യം നിങ്ങൾ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുക മക്കളെ. ഒരു കാര്യം കൂടെ, ഇന്ന് വൈകിട്ട് കൃത്യം 7:30 ആകുമ്പോൾ മാത്സിന്റെ കെമിസ്ട്രീന്റെയും മാരത്തോൺ റിവിഷൻ ഉണ്ട്. ഞാനും ഫൂഫു സാറും ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾ ആരും മറക്കരുത്, കൃത്യം 7:30 ആകുമ്പോൾ നമ്മുടെ ലൈവിലേക്ക് വരിക. ഇതേപോലെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആരും മറക്കരുത്, കൃത്യം 7:30 എത്തുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമുക്ക് ഒന്നിച്ച് മക്കളെ എക്സാമിന് ഫുൾ മാർക്ക് തന്നെ മേടിക്കണം. നിങ്ങളെ പേടിക്കേണ്ട, കൂടെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ അങ്ങനെ അങ്ങ് പോയാൽ മതിയോ? പോരാ. നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ തരണ്ടേ? അതായത് ഓസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് അല്ലെ. ഈ ഓസോണിന്റെ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. ഓസോൺ എന്ന് പറയുന്ന ആളുടെ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എന്താണ് എന്നുള്ള കാര്യം വേഗം തന്നെ എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ. കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.